ഒരു മഹല്ലിലെ അല്ലെങ്കിൽ ഒരു ജമാഅത്തിലെ ഒരു പഞ്ചായത്തിലെ ഒരു നാട്ടിലെ മഹല്ലുകളിലെ വീടുകളെടുത്ത് പരിശോധിച്ചാൽ ബഹുഭൂരിഭാഗവും കലാപകലുഷിതമായ നിക്കാഹ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ദിവസങ്ങൾ പോലും നീണ്ടു നിൽക്കാത്ത അവസ്ഥയിൽ പൊട്ടിത്തെറിയുടെ പക്കത്ത് എത്തി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വെറുതെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രം ഒതുക്കിയതല്ല. നമസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഹജ്ജ് ചെയ്യേണ്ട ഹാജികളുടെ കർമ്മം എന്തെന്ന് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ജീവിതത്തിന്റെ നിഖില മേഖലകളെ കുറിച്ചും പരാമർശിച്ചു എന്ന് മാത്രമല്ല, അതൊരു പ്രവാചകന്റെ ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലൂടെ ലോകത്തെ കാണിച്ചു തന്നു പടച്ചതും പുരാ. സഹോദരങ്ങളെ, ഭാര്യമാരെ കൊണ്ട് എങ്ങനെ ജീവിക്കണം, കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനുഷ്ഠാന കർമ്മങ്ങൾ മാത്രമല്ല പഠിപ്പിച്ചത്, ജീവിതം എങ്ങനെയാവണമെന്നും വിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായ മാർഗരേഖ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്, വരച്ചു തന്നിട്ടുണ്ട്. ആ ജീവിതം പരിപൂർണമാകുമ്പോഴാണ് പാരത്രിക ജീവിതം നമുക്ക് പരിപൂർണമാക്കി അല്ലാഹു തരിക. സഹോദരന്മാരെ, അതുകൊണ്ട് കലുഷിതമായ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിതത്തിൽ പ്രയാസവും ദുഃഖവും സങ്കടവും തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പ്രയാസപ്പെട്ട് വിഷമിച്ച് മനുഷ്യൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കാം. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവില്ല, സമ്പത്തിന്റെ കുറവില്ല, സാഹചര്യങ്ങൾക്കൊന്നിനും കുറവില്ല, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്ത കാലത്ത്, ഇതൊന്നുമില്ലാത്തൊരു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നു ലോകത്തിന് മുമ്പിൽ. കുടുംബം എന്താണ്, കുടുംബ ജീവിതം എന്താണ്, ഒരു മുസ്ലിം കുടുംബം, ഖുർആനിലെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്താണ്. സാധാരണ ഈ വിഷയം 2 ദിവസങ്ങളിലായി 2 പാർട്ടായിട്ടാണ് ഞാൻ പറയാറുള്ളത്. കുടുംബജീവിതം ഖുർആനിലൂടെ എന്നത് 2 പാർട്ടാണ്. ഒന്നാമത്തത് വൈവാഹിക ജീവിതവും രണ്ടാമത്തത് ദാമ്പത്യ ജീവിതവും. ഈ 2 പാർട്ടുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തൃശ്ശൂരെത്തി. സാധാരണഗതിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോകുമ്പോ ബസ് സ്റ്റോപ്പുകളിൽ ബസ് കയറാൻ കാത്തു നിൽക്കുമ്പോ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരുപാട് യാചകരായ ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു പാവപ്പെട്ട മനുഷ്യനൊരു വഴിയുടെ ഓരത്ത് തളർന്നു കിടക്കുക, ഒരു പാത്രവും അയാളുടെ കയ്യിലിരിപ്പുണ്ട്. തന്റെ മുന്നിലൂടെ നടന്നു വരുന്നവരുടെ മുമ്പേ ഈ മനുഷ്യൻ ആ പാത്രം നീട്ടുമ്പോൾ അവർ ഇട്ടുകൊടുക്കുന്ന തുച്ഛമായ നാണയത്തൊട്ടാണ് ഇയാളുടെ ജീവിതത്തിന്റെ ഏക അവലംബം. ജീവിതത്തിന്റെ എല്ലാ ആലംബവും അവലംബവും നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ, യുവാവ്, എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, കൈകാലുകൾ തളർന്നു പോയ ആള്, ഭാര്യയെ പോറ്റാൻ മക്കളെ പോറ്റാൻ നിവൃത്തിയില്ലാതെ വഴിയോരത്ത് ഇരുന്ന് യാചന നടത്തുന്ന ആ പാവപ്പെട്ട മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരു സ്വാത്വികനായ മനുഷ്യൻ കടന്നു വന്നു. ഒരുപാട് ആളുകൾ കടന്നുപോയി, അവരെല്ലാം അവരുടെ പോക്കറ്റിലുള്ളത് ഇട്ടുകൊടുത്തു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു നല്ല മനുഷ്യൻ അതിലേക്ക് കടന്നു വന്നു. അയാൾ യാചകന്റെ അടുത്തെത്തി, തന്റെ പോക്കറ്റൊക്കെ തപ്പി നോക്കി, പേഴ്സ് എടുക്കാൻ മറന്നുപോയി, ഒന്നുമില്ല. അവസാനം ഈ പാവപ്പെട്ട മനുഷ്യനെ, യാചകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിൽക്കാൻ കഴിയാത്ത ആ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്റെ ചാരത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, സഹോദര, നീ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ വല്ലാത്ത ദുഃഖമുണ്ട് എനിക്ക്, പക്ഷേ നിന്നെ സഹായിക്കണമെന്നുണ്ട്. എന്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ. അള്ളാഹു നിന്റെ പ്രയാസം മാറ്റി തരട്ടെ, അള്ളാഹു നിന്റെ വിഷമം ദൂരീകരിക്കട്ടെ, അള്ളാഹു നിന്റെ പ്രയാസം മാറ്റി തരട്ടെ എന്നൊക്കെ ഒരുപാട് ദുആയൊക്കെ ചെയ്ത് അയാളുടെ നെഞ്ചത്തെ തടകി സന്തോഷത്തോടെ ഈ മനുഷ്യൻ യാത്ര പോവാണ്.
മടങ്ങിപ്പോകാൻ പോകുന്ന ആ മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് യാചകൻ ചോദിച്ചു, ഇന്നുവരെയും എനിക്ക് കിട്ടാത്ത ഒരു അത്യത്ഭുതമായ സമാധാനം, ഒരു ശാന്തി, ആർക്കും തരാൻ കഴിയാത്ത എന്റെ പിച്ചപാത്രത്തിലേക്ക് ഇട്ടുതരുന്ന 100 കണക്കിന് രൂപയോ ആയിരങ്ങളോ താങ്കൾ ഇപ്പോൾ എനിക്ക് തന്ന സമാധാനത്തിന് പകരമാവില്ല. അത്ര വലിയ ഒരു നല്ല സംഭാവന നിങ്ങൾ എനിക്ക് തന്നു. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്നില്ലല്ലോ, ഒന്നും തരാനില്ലാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ യാചകൻ തിരിച്ചു പറഞ്ഞു, എത്രയെല്ലാം പണം തന്നാലും വേദനിക്കുന്ന എന്റെ മനസ്സിനെ സ്വാന്തനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും വേദനിക്കുന്ന എന്റെ മനസ്സിനൊരു കൈത്താങ്ങാകാനും എന്നോടൊപ്പം നിൽക്കാൻ ഒരാള്, അത് ഞാൻ കണ്ടു നിന്നിലൂടെ. എല്ലാവരും തന്റെ പോക്കറ്റിലുള്ള നാണയത്തൊട്ടുകൾ വലിച്ചെറിഞ്ഞിട്ട് ഉത്തരവാദിത്ത നിർവഹണ ദൗത്യത്തിൽ നിന്ന് പൂർത്തിയായും തീർന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും മടങ്ങി പോകുമ്പോ താങ്കൾ എന്നോടൊപ്പം ഒരു ജീവിത പങ്കാളിയെ പോലെ എന്റെ ദുഃഖത്തിലും സങ്കടത്തിലും പങ്കുചേർന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഈ മുഴുവൻ ആളുകളും തന്നതിനേക്കാൾ നിങ്ങൾ തന്നതാണ് എനിക്ക് ഏറ്റവും വലുതെന്ന യാചകനായ മനുഷ്യൻ പറയുമ്പോ, സഹോദരന്മാരെ, ഈ ചെറിയ സംഭവത്തിൽ നമുക്കൊരു വലിയ ഗുണപാഠമുണ്ട്. മനുഷ്യന്റെ ജീവിതം സന്താപ സന്തോഷ സമ്മിശ്രമാണ്. ദുഃഖവും സങ്കടങ്ങളും മാറി മാറി വരുന്ന കടലിലെ തിരമാലകൾ പോലെ, ആടിയുലകുന്ന കാറ്റ് പോലെ മനുഷ്യന്റെ ജീവിതം എപ്പോഴും പ്രതീക്ഷകളും പ്രതിസന്ധികളും നിറഞ്ഞതാണ്. ഈ സമയങ്ങളിലെല്ലാം വേദനിക്കുന്നതായാലും സന്തോഷിക്കുന്നതായാലും മനുഷ്യ മനസ്സിനൊരു താങ്ങായി നിൽക്കാൻ ഒരാള്, ഒരു ഇണ, ഒരു ജീവിത പങ്കാളി ഒരു മനുഷ്യന് ജീവിതത്തിൽ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. അതാണ് വൈവാഹിക ബന്ധത്തിലൂടെ, കുടുംബ ബന്ധത്തിലൂടെ അള്ളാഹു പൂർത്തീകരിക്കുന്നത്. എന്റെ വിഷയത്തിന്റെ ആകസാരം നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ യാചകന്റെ മനസ്സിനേറ്റ സന്തോഷം പോലെ സമാധാനത്തിനുള്ള വകയായ ഭാര്യ മാറേണ്ടതുണ്ട്. എന്റെ സദസ്സിലുള്ള ഉമ്മമാർ, സഹോദരിമാർ, അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ കൈപിടിച്ച് കടന്നു വരുമ്പോ ആ കടന്നു വന്ന സഹോദരൻ അല്ലെങ്കിൽ കടന്നു വന്ന ഭർത്താവ് ജീവിതത്തിന്റെ ആലംബവും അവലംബവുമായി മാറുന്നത് എപ്പോഴോ അപ്പോഴാണ് തന്റെ ഭർത്താവ് അല്ലെങ്കിൽ തന്റെ കുടുംബജീവിതം പരിപൂർണമായി ആഖിറത്തിലേക്കുള്ള പടവുകൾ കെട്ടിപ്പടുക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ മുമ്പിൽ സജ്ജമായി കഴിഞ്ഞു എന്ന് ചിന്തിക്കാനുള്ള അവസരം അപ്പോഴാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നതും അതാണ്. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു കുടുംബം, എല്ലാവരും കുടുംബമാവില്ല. സഹോദരങ്ങളെ, നമുക്കറിയാം കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന, രസമുണ്ടാകുന്ന കാര്യത്തിന് ആ കുടുംബം എന്ന് പറയാം. എല്ലാരും കൂടിയാൽ ആ രസം കിട്ടുകയില്ല. മാതാപിതാക്കളും മക്കളും കുടുംബമാണ്. പക്ഷെ മക്കളെ കുറിച്ച് നമ്മൾ പറയണ എന്താണ്? അവൻ ബാച്ചിലറാണ്. ഭാര്യ കടന്നു വരുമ്പോഴേ ഫാമിലിയാവും, അല്ലാത്തപ്പോഴെല്ലാം ബാച്ചിലറാണ്. വ്യക്തിത്വമാണ്, ഒരു വ്യക്തിയാണ്, സമൂഹമല്ല, ഒരു കുടുംബമല്ല. അപ്പോ ഒരു മനുഷ്യൻ വിവാഹിതനാകുമ്പോഴാണ് അവൻ ഫാമിലിയായി, അവന് പക്വതയുള്ളവനായി അവൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് ചിന്തിക്കാനും പറയാനുമുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു തആല ഇത്ര വ്യക്തമായ വൈവാഹിക ബന്ധം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഈ വൈവാഹിക ബന്ധത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ, കുടുംബ ബന്ധത്തിന്റെ അടിത്തറ ആരാണ്? എവിടെ മുതൽ തുടങ്ങി? ആരാണ് കുടുംബജീവിതം പഠിപ്പിച്ചത്? ആരാണ് കുടുംബത്തെ നിർമ്മിച്ചത്? ആദ്യ മനുഷ്യൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദിമ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഹവ്വ റളിയല്ലാഹു തആല അൻഹ, ഒരു പെണ്ണിനെ ആദം അല്ലാഹു ചേർത്തു കൊടുക്കുന്നു. ലോകത്ത് ആദ്യത്തെ നിക്കാഹ് നടക്കുകയാ. ആ നിക്കാഹ് നടത്തിക്കൊടുത്ത ഖാദിയാരാണ്? അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല. സാക്ഷികളില്ലാത്തൊരു നിക്കാഹ്, സാക്ഷികളില്ലാത്തൊരു നിക്കാഹ്. ആ നിക്കാഹിന് സാക്ഷിയായത് മാലാഖമാരാണ്. മാലാഖമാരാൽ സാക്ഷി നിർത്തപ്പെട്ട ആ നിക്കാഹിലൂടെ പിന്നീട് ജീവിതത്തിൽ ഒരു കുടുംബ പരമ്പര നിലനിൽക്കുകയായിരുന്നു. അല്ലാഹു തആല ഉദ്ദേശിച്ചതും അത് പ്രാവർത്തിക തലത്തിൽ വന്നതും. സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആൻ എന്ത് പറയുന്നു നമുക്ക് ചിന്തിക്കാം. എന്തിനാണ് ഇങ്ങനെ ഒരു പുരുഷനെയും ഒരു പെണ്ണിനെയും യോജിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ യോജിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ.
അല്ലാഹു പറയുകയാണ് മിൻ ആയാതിഹി അല്ലാഹുവിന്റെ പ്രവിശാലമായ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഈ ഭൂമിയിലൂടെ എവിടെ സഞ്ചരിച്ചാലും പടച്ചോന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഈ കാണുന്ന പെയ്തിറങ്ങുന്ന ഓരോ തുള്ളി മഴയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അല്ലാഹു പറയുന്നല്ലോ മിനൽ മുഅ്ശിറാതി മാൻ സജ്ജാജാ ആകാശലോകത്തു നിന്ന് പെയ്തിറങ്ങുന്ന മഴ ഒരു ദൃഷ്ടാന്തമാണ് കണ്ണ് കാണാൻ കഴിയുന്ന അത്ഭുതങ്ങൾ ഓരോന്നും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ആകാശത്ത് കൂടി മിന്നിമറയുന്ന നക്ഷത്ര കോടികൾ താരകോടികൾ അതേപോലെ ക്ഷീരപഥങ്ങൾ താരാപഥങ്ങൾ ഏതെല്ലാം അത്ഭുതങ്ങൾ ഉൾക്കകൾ കൊള്ളിമീനുകൾ എന്ന് വേണ്ട മനുഷ്യന്റെ മാസ്മരികതകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്ത മനുഷ്യ മനസ്സുകൾക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത എത്രയോ അത്ഭുതങ്ങളാ ലോകത്ത് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചത് അതിനോട് ചേർത്ത് വെക്കുകയാ അല്ലാഹു തആല ഈ അത്ഭുതങ്ങളോട് ഞാൻ ചേർത്ത് വെക്കുന്ന മറ്റൊരു അത്ഭുതമാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ നിന്റെ ഇണയെ അല്ലാഹു പടച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തം തന്നെയാണ് ഏതുപോലെ ആകാശം പോലെ ഭൂമി പോലെ നക്ഷത്രം പോലെ സൂര്യൻ പോലെ ചന്ദ്രൻ പോലെ മലമടക്കുകൾ പോലെ പർവ്വതങ്ങൾ പോലെ കരകാണാ കടൽ പോലെ മലർന്നു കിടക്കുന്ന മരുഭൂമി പോലെ അതേ സഹോദരങ്ങളെ ആരാണ് കടൽ തിരമാലകളോട് ആർത്തട്ടകച്ച് കരയിലേക്ക് കടന്നു വരാൻ കൽപ്പന കൊടുക്കുന്നത് ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ഇതിനെ വഴികാട്ടുന്നത് ആരാണ് ഇതിനെ നടത്തുന്നത് ആരാണ് ഇതിനെ അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു തആല പറയുന്നു ആ അത്ഭുതങ്ങളെല്ലാം നടത്തുന്ന പടച്ചവനില്ലേ ആ പടച്ചതമ്പുരാൻ തന്നെ പറയാണ് അതിനോട് സമാനമായ രീതിയിൽ ആ വൈവാഹിക ബന്ധത്തെ അല്ലാഹു ബന്ധപ്പെടുത്തുന്നത് അതിനോട് ബന്ധപ്പെടുത്തുകയാ പടച്ചതമ്പുരാൻ അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് തന്നെ അവന്റെ ഇണയെ അല്ലാഹു പടച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് നിന്നിൽ നിന്ന് തന്നെ നിന്റെ ഇണയെ അല്ലാഹു പടച്ചു ഒന്നാമത്തെ പോയിന്റ് അവിടെയാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മളിൽ പലരും വൈവാഹിക ബന്ധത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ജീവിത സഖിയായ ഭാര്യ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ആ പെണ്ണ് അന്യവളാണെന്നുള്ള ചിന്ത ബഹുഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ വെച്ച് പുലർത്തുന്നു സഹോദരങ്ങളെ ഇവിടെ അല്ലാഹു പറയാണ് നിന്റെ ശരീരത്തിൽ നിന്നാണ് നിന്റെ ഇണയെ അല്ലാഹു പടച്ചത് നിന്റെ ഭാര്യയെ നിന്റെ ഭർത്താവിനെ അല്ലാഹു സൃഷ്ടിച്ച് നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഭാര്യ അന്യവളല്ല അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ് കൈപോലെ കാലുപോലെ കണ്ണുപോലെ കാതുപോലെ ഖൽബ് പോലെ മനുഷ്യന്റെ അവയവങ്ങളാൽ അവയവങ്ങൾക്ക് എത്ര സ്ഥാനമുണ്ടോ സ്വാധീനമുണ്ടോ അതേ സ്ഥാനം സ്വന്തം ഇണയ്ക്കും അല്ലാഹു ഖുർആനിലൂടെ വെച്ച് തരികയാണ് ഒരു പെണ്ണിന് ജീവിതത്തിലുള്ള സ്ഥാനം വളരെ വലുതാണ് അതേപോലെ തന്നെ ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവിനും വലിയ സ്ഥാനമാണ് ഇത് അല്ലാഹു നമുക്ക് വകവെച്ചു തരുന്നതാണ് സഹോദരന്മാരെ അള്ളാന്റെ വിശുദ്ധ പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് കടന്നു വരുമ്പോ 6-ാം നൂറ്റാണ്ടിൽ അറബികൾക്ക് വൈവാഹിക ബന്ധത്തിന് സ്ഥാനം കൊടുക്കാതെ അതേ തനിക്ക് ജനിച്ചു വീണ കുഞ്ഞു പെണ്ണായി പോയ ആ പെണ്ണിനെ കൊണ്ടുപോയി പച്ചയായി കുഴിച്ചു മൂടുന്ന കാട്ടറബികളില്ലേ ആ കാട്ടറബികളുടെ ഇടയിലേക്ക് കടന്നു വന്ന പ്രവാചകൻ അവരോട് പറഞ്ഞു അല്ലടാ പെണ്ണ് കുഴിച്ചു മൂടപ്പെടാനുള്ളവളല്ല ജീവിതത്തിന് മാറ്റുകൂട്ടാനുള്ളവളാ പെണ്ണ് കുടുംബത്തിന് അലകലിയായി എന്നും ഉയർന്നു നിൽക്കേണ്ടവളാണ് പെണ്ണ് പരസ്യ പലകയിലെ ഛായാചിത്രമായി മാറേണ്ടവളല്ല പെണ്ണ് ലോകത്തിന്റെ എല്ലാ ആലങ്കാരിക വസ്തുതകൾക്കും എല്ലാ അർത്ഥത്തിലും അതിന് സാധൂകൃതമായ ഒരവസ്ഥ സമ്മാനിക്കുന്നവളാണ് പെണ്ണ് അതുകൊണ്ട് പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ഭാര്യയായ കടന്നു വന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണ് അന്യവളാണെന്ന് കരുതല്ലേ നിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം